ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുട്ടുകുറ്റിയിൽ പച്ചരി നിറച്ച് ആവി കയറ്റി നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റും ആണ്, അതുപോലെ നല്ല ടേസ്റ്റും ആട്ടോ. അപ്പോൾ ഈ ഒരു പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചരിയാണ്. ഈ പച്ചരി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കുക. അപ്പോൾ വെള്ളം വാർന്നതിന് ശേഷം ഇതൊരു പുട്ടുകുറ്റിയിലോട്ടായിട്ട് നിറച്ച് കൊടുക്കുക. നമ്മൾ പുട്ടുകുറ്റിയിൽ അരി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല കുത്തി നിറച്ചിട്ട് ഇടരുത്. അപ്പോൾ പെട്ടെന്ന് ആവി വരില്ല. ആവി വരാൻ കുറച്ച് താമസം പിടിക്കുള്ളൂ. ഈ ഒരു കപ്പ് പച്ചരി കൊണ്ട് ഒരു 4 പേർക്കുള്ള പുട്ടൊക്കെ തയ്യാറാക്കി എടുക്കാം. പുട്ടുകുറ്റി ഇവിടെ മുഴുവനായിട്ട് തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പുട്ടും പാനിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം തിളച്ച് ആവി വരുമ്പോൾ മാത്രം പുട്ടും കുറ്റി അതിൻ്റെ മുകളിലോട്ടായിട്ട് വെക്കുക. ആവി വന്ന് തുടങ്ങിയാൽ 1 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അത്രയും മതി. അപ്പോൾ ഞാനിവിടെ പുട്ടും പാനിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുക്കറിലൊക്കെയാണ് പുട്ടുണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നല്ലോണം ഇവിടെ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലോട്ടായിട്ട് കൊട്ടി കൊടുക്കാം. അപ്പോൾ ഇത് ബാക്കിൽ നിന്ന് ഇങ്ങനെ സാധാരണ നമ്മൾ പുട്ട് കുത്തും പോലെ ബാക്കിൽ നിന്ന് കുത്തി കൊടുത്താൽ ചിലപ്പം വരാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടർത്തിയിട്ട് കൊടുക്കുക. അടിഭാഗമാകുമ്പോൾ നമ്മൾ പുട്ട് കുത്തും പോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇതിൻ്റെ കട്ടൊക്കെ ഉടച്ചിടുന്നത് ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരി നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് മിക്സിയുടെ ജാറിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാവൂ. സാധാരണ നമ്മൾ നല്ല തരിയോട് കൂടിയല്ലേ പുട്ടുണ്ടാക്കുക. അപ്പോൾ ആ ഒരു തരിയോട് കൂടി തന്നെ പൊടിച്ചെടുക്കുക. നൈസായിട്ട് പൊടിച്ചെടുക്കരുത്. തരിയോട് കൂടി തന്നെ പൊടിച്ചെടുക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പുട്ടിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പച്ചരി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് പുട്ട് തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ടൊന്നുമല്ല, നല്ല തരിയോട് കൂടി തന്നെയാണ് പൊടിച്ച് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു അരിപ്പൊടിയെ നമുക്ക് പൊടി നനച്ചെടുക്കാനുള്ള പാത്രത്തിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പൊടി അത്യാവശ്യം വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാവും. നമ്മൾ ആവി കയറ്റിയിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ഒരു നനവുണ്ടാവും. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് പോലെ വെള്ളം കോരി ഒഴിക്കൊന്നും വേണ്ട. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർത്ത് എടുക്കുക, അതുപോലെ പൊടിച്ചിട്ട് പൊടി വറക്കുക ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടുമാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പുട്ടുപൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചരി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പുട്ടിലേക്കുള്ള തേങ്ങ കൂടി ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇത് കോരിയിട്ട് കൊടുക്കാം. അപ്പോൾ ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2 കയ്യിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാറ്, ചിലവർ അവിലൊക്കെ അതിൽ ചേർത്ത് കൊടുക്കും. അങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുട്ടുകുറ്റി മുഴുവനായിട്ട് നിറച്ച് കൊടുക്കുക. ഒരു കയ്യിൽ തേങ്ങ ഇട്ടതിന് ശേഷം 2 കയ്യിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഫുള്ളായിട്ട് തന്നെ നിറച്ച് കൊടുക്കുക. ഏറ്റവും മുകളിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുട്ടുപാനി ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് വെള്ളം തിളക്കുമ്പോൾ പുട്ടുകുറ്റി അതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. ഇനി പുട്ട് ആവി കയറ്റിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ. നമ്മൾ അത് ആവിയൊക്കെ കയറ്റിയെടുത്ത് പൊടിച്ചൊരു പുട്ട് ആവുകൊണ്ടാണ് നല്ലൊരു സ്മെല്ലുമാണ്, അതുപോലെ നല്ലൊരു സോഫ്റ്റുമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ ഒരു പുട്ട് പെട്ടെന്ന് തന്നെ ബലം പുഴരി അതുപോലെ കട്ട പിടിക്കുക ഒന്നുമില്ല. ഒരു ദിവസം ഫുള്ളായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങുന്ന പുട്ടുപൊടിയേക്കാളും നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. മാത്രമല്ല നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ ഈ ഒരു പുട്ടിന്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് കൊടുക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.
അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.